ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുരിങ്ങയില പുളിശ്ശേരിയാണ്. അതിനുവേണ്ടി ആദ്യം നമുക്ക് അതിൻ്റെ ഒരു അരപ്പുണ്ടാക്കണം. 1 കപ്പ് തേങ്ങയാണിത്. 1 കപ്പ് തേങ്ങ, അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ 3-4 ചെറിയ ഉള്ളി, 2 പച്ചമുളക് ഞാൻ മുറിച്ചിട്ടിരിക്കുക. എന്നിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, ഇത്രയും കൂടി ചേർത്ത് നമുക്കൊരു അര ഗ്ലാസ് വെള്ളം മതി, 1/2 കപ്പ് വെള്ളം മതി ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം ഒരു പാൻ ചൂടായതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായ വെളിച്ചെണ്ണത്തിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടു. അതിലേക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി, 2 വറ്റൽമുളക്, ഫ്ലെയിം കൂടുതൽ കൂട്ടി വയ്ക്കരുത് കേട്ടോ, കുറച്ച് ചെറിയ ഫ്ലെയിം മതി. ഇനി ഇത് മുരിങ്ങയിലയാണ്, 2 കപ്പ് മുരിങ്ങയിലയാണ്. ഇത് സൗദിയിലെ ഞങ്ങളുടെ മുരിങ്ങയിൽ നിന്ന് തന്നെ വെച്ച മുരിങ്ങയിലയാട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഇടും. ഒരുപാടങ്ങ് വേവുണ്ടാവുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ തേങ്ങ അരപ്പുണ്ടല്ലോ, അതിലേക്ക് ചേർക്കാം. ഇവിടെ വെള്ളം കരുതരുത്. കുറച്ചുകൂടെ വെള്ളം വേണം. ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഫുള്ളൊഴിച്ചത്. അരയ്ക്കാൻ 1/2 കപ്പും ഇപ്പോൾ അല്ലാതെ എക്സ്ട്രാ ഗ്രൈൻഡർ കഴുകി ഒഴിച്ച് 1/2 കപ്പ്. ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കും. രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പം ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിക്കണം. ഫ്ലെയിം ഒരു ശകലം കൂട്ടി വയ്ക്കണം. ചെറുതായിട്ട് തിളച്ച് ഇങ്ങനെ തീ ഓഫ് ചെയ്ത് ഇതുണ്ട്. ഒരു കപ്പ് തികച്ചില്ല, അത്ര ഞാൻ എടുത്തോളൂ തൈര്. ഇത് ഹോം മെയ്ഡ് തൈരാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അരപ്പിൻ്റെ ഗ്രേവിയുടെ ചൂട് കൊണ്ട് തൈരൊക്കെ ചെറുതായിട്ട് ചൂടായി വരും. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില പുളിശ്ശേരി റെഡി. ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. എല്ലാം സൂപ്പർ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. ചെയ്തിട്ട് എന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. താങ്ക് യു.